ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയതിനെ സ്വാഗതം ചെയ്ത് സിപിഐഎം. വി.എസിന്റെ കുടുംബം പുരസ്കാരം സ്വീകരിക്കാൻ സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെയാണ് സിപിഐഎം നിലപാട് വ്യക്തമാക്കിയത്. കുടുംബത്തിന്റെ സന്തോഷത്തോടൊപ്പം പാർട്ടിയും പങ്കുചേരുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കി. വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചതിൽ സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ സിപിഐഎമ്മിലെ ആശയക്കുഴപ്പം നീങ്ങി. മുൻകാല നിലപാടുകളിൽ അയവ് വരുത്തിക്കൊണ്ട് പത്മ പുരസ്കാരം സ്വീകരിക്കുന്ന കാര്യത്തിൽ തീരുമാനം വി.എസിന്റെ കുടുംബത്തിന് പാർട്ടി വിട്ടുനൽകി. വി.എസിന്റെ കുടുംബത്തിന്റെ താല്പര്യം പരിഗണിക്കുകയെന്ന നിലപാടിൽ സിപിഐഎം എത്തിച്ചേരുകയായിരുന്നു. വി.എസ്. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകുന്നത്. വി.എസിന്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ്. കുടുംബത്തിൻ്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. 2022 ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അദ്ദേഹം നിരസിച്ചിരുന്നു. 1996 അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവിന് ഭാരതരത്നം, ഹർകിഷൻ സിംഗ് സുർജിത്തിന് പത്മവിഭൂഷൺ എന്നിവ നൽകാൻ ആലോചനയുണ്ടായിരുന്നെങ്കിലും സ്വീകരിക്കില്ലെന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു. 1992 നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് EMSനെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് പരിഗണിച്ചിരുന്നെങ്കിലും അദ്ദേഹം നിരസിച്ചിരുന്നു. വി.എസിന് പത്മ പുരസ്കാരം ലഭിച്ചതിൽ മകൻ വി.എ. അരുൺകുമാർ, മന്ത്രി വി. ശിവൻകുട്ടി, കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ എന്നിവർ സ്വാഗതം ചെയ്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.